ലീഡർഷിപ്പ്. നമ്മൾ ലീഡർഷിപ്പിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. Leadership is an integral part of management and plays vital role in managerial operations. It provides direction, guidance, and confidence to the employees and help in attainment of goals in much easier way. In business and industrial organizations, managers play the role of leader and acquire leadership of subordinates their efforts towards the achievement of organizational goals and activate the individual of an organization to make the work. Leadership influences the behavior of individuals. It has an ability to attract others and potential to make them follow the instructions. Individuals can be induced to contribute their optimum towards the attainment of organizational goals through effective leadership. Leadership acquires dominance and the followers accept the directives and control of a leader. Leadership provides direction and vision for the future to an organization. ഒരു മാനേജ്മെൻറ്റിൻ്റെ ഇൻറ്റഗ്രൽ പാർട്ടാണ് ലീഡർഷിപ്പ് എന്ന് പറയുന്നത്. അതായത് മാനേജറിയൽ ഓപ്പറേഷൻ്റെ ഒഴിച്ചുകൂടാത്ത ഒരു പാർട്ടാണ് ലീഡർഷിപ്പ് എന്ന് പറയുന്നത്. ഇത് ലീഡർഷിപ്പ് നമുക്ക് ഡയറക്ഷൻ തരുന്നുണ്ട്, ഗൈഡൻസ് തരുന്നുണ്ട്, അതുപോലെ തന്നെ എംപ്ലോയീസിന് കോൺഫിഡൻസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ് വർക്ക് ചെയ്യേണ്ടതെന്നുള്ള ഡയറക്ഷൻസും ഗൈഡൻസും അതുപോലെ തന്നെ കോൺഫിഡൻസും ഒക്കെ എംപ്ലോയീസിന് പ്രൊവൈഡ് ചെയ്യുകയും അവരെ ഓർഗനൈസേഷൻ ഗോൾ ഈസിലി അച്ചീവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുകയും ഒരു ലീഡർ ചെയ്യുന്നുണ്ട്. ഇത് ഇൻഡിവിജ്വലിൻ്റെ ബിഹേവിയറിനെ ലീഡർഷിപ്പ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അതായത് ഫോളോവേഴ്സിനെ അട്രാക്റ്റ് ചെയ്തിട്ട് ആ ഫോളോവേഴ്സ് ലീഡറിൻ്റെ ഇൻസ്ട്രക്ഷൻ ഒബേ ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ലീഡർഷിപ്പ് എന്ന് പറയുന്നത്. ഒരു ഓർഗനൈസേഷൻ്റെ ഫ്യൂച്ചറിന് ഡയറക്ഷനും വിഷനും എല്ലാം ലീഡർഷിപ്പ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. Definition: Leadership is the art of influencing and inspiring subordinates to perform their duties willingly, competently, and enthusiastically for achievement of group objectives. According to Terry, leadership is the ability of influencing people to strive willingly for mutual objectives. According to Kate Davis, leadership is the process of encouraging and helping others to work enthusiastically towards ഒബ്ജക്റ്റീവ്സ്. അതായത് ലീഡർഷിപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻഫ്ലുവൻസ് ചെയ്യുക, ആളുകളെ ഇൻസ്പയർ ചെയ്യുക, സബോർഡിനേറ്റ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യുക, ഇൻസ്പയർ ചെയ്യുക ചെയ്യുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്? ഈ ഇൻഫ്ലുവൻസ് ചെയ്യുക, ഇൻസ്പയർ ചെയ്യുന്നത് അവരെ കൊണ്ട് അവരുടെ ഡ്യൂട്ടീസ് വില്ലിംഗ്ലി, കോമ്പീറ്റൻ്റ്ലിയും അതുപോലെ തന്നെ എന്തൂസിയാസ്റ്റിക്കലിയും ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുകയും ഇൻസ്പയർ ചെയ്യുകയും ചെയ്യുന്നതിനാണ് ലീഡർഷിപ്പ് എന്ന് പറയുന്നത്. ഒരു ഓർഗനൈസേഷൻ്റെ ഒബ്ജക്റ്റീവും അതുപോലെ തന്നെ ഇൻഡിവിജ്വലിൻ്റെ ഒബ്ജക്റ്റീവും ഒക്കെ അച്ചീവ് ചെയ്യാൻ ഇതിലൂടെ സഹായിക്കുന്നുണ്ട്. ഫീച്ചേഴ്സ് ഓഫ് ലീഡർഷിപ്പ്. ലീഡർഷിപ്പ് ഈസ് ദി പ്രോസസ് ഓഫ് ഇൻഫ്ലുവൻസിങ് ബിഹേവിയർ ഓഫ് ഇൻഡിവിജ്വൽസ് ഓഫ് എൻ ഓർഗനൈസേഷൻ. ഒരു ഓർഗനൈസേഷനിൽ ഇൻഡിവിജ്വലിൻ്റെ ബിഹേവിയർ ഇൻഫ്ലുവൻസ് ചെയ്യുന്നൊരു പ്രോസസ്സാണ് ലീഡർഷിപ്പ്. ലീഡർഷിപ്പ് യൂസസ് നോൺ coercive methods to direct and coordinate the activities of individuals of an organization. ഇവിടെ കൊയേഷനോ അല്ലെങ്കിൽ ത്രെറ്റനിങ്ങോ ഒന്നുമല്ല യൂസ് ചെയ്യുന്നത്. അതൊന്നുമല്ലാതെ ഡയറക്ഷൻസൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ട് തന്നെ ഒരു ഇൻഡിവിജ്വലിൻ്റെ ആക്ടിവിറ്റീസിനെ കോർഡിനേറ്റ് ചെയ്യാൻ ലീഡർഷിപ്പ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ലീഡർഷിപ്പ് ഡയറക്റ്റ് ദി ഇൻഡിവിജ്വൽ ടു അറ്റൈൻ ടാസ്ക് അസൈൻഡ് ടു ദം ബൈ ഫോളോയിങ് ഇൻസ്ട്രക്ഷൻ ഓഫ് ദെയർ ലീഡേഴ്സ്. ലീഡേഴ്സിൻ്റെ ഇൻസ്ട്രക്ഷൻ ഫോളോ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫോളോവേഴ്സിന് അവർക്ക് അസൈൻ ചെയ്തിട്ടുള്ള ടാസ്കുകൾ കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും. ഒരു ലീഡർക്ക് എപ്പോഴും മറ്റുള്ളവരെ ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള ക്വാളിറ്റീസ് ഉണ്ടാവണം. ലീഡർഷിപ്പ് ഗീവ് ഇൻഡിവിജ്വൽസ് എ വിഷൻ ഫോർ ഫ്യൂച്ചറിലേക്കുള്ള ഒരു വിഷൻ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇറ്റ്സ് എ ഗ്രൂപ്പ് ആക്ടിവിറ്റിയാണ്. ലീഡർഷിപ്പ് ഇൻഫ്ലുവൻസ് ഹിസ് ഫോളോവേഴ്സ് ആൻഡ് ഫോളോവേഴ്സ് ഓൾസോ എക്സൈസ് ഇൻഫ്ലുവൻസ് ഓവർ ഹിസ് ലീഡർ. ലീഡർ അയാളുടെ ഫോളോവേഴ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യണം. അതുപോലെ തന്നെ ഫോളോവേഴ്സ് ഓൾസോ എക്സൈസ് ഇൻഫ്ലുവൻസ് ഓവർ ഹിസ് ലീഡറിനെ ഇൻഫ്ലുവൻസ് ചെയ്ത് നോക്കണം. Importance of leadership. A leader should be
act as a friend of the people whom he is leading. A leader must have the capacity to recognize the potential of the individual and transform them into realities. A leader should have the confidence of individuals of the organization. A leader must be able to unite the people as a team and build up the team spirit. A leader should be able to maintain discipline among his group and develop a sense of responsibility. A leader must be able to build up a high morale among individuals of the organization. A leader should motivate his people to achieve goals. A leader should try to raise the morale of the individuals and should maintain ethical standard among the individuals. A leader should act as a link between work groups and forces outside the organization. ലീഡർഷിപ്പിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് ഒരു ലീഡർ ആരാണോ അയാൾ ലീഡ് ചെയ്യുന്നത്, അയാളുടെ ടീമിലുള്ളത് ആരൊക്കെയാണോ അവരുടെയൊക്കെ ഒരു ഫ്രണ്ടായിട്ട് വേണം ലീഡർ നിൽക്കാൻ വേണ്ടിയിട്ട്. ഓരോ ഇൻഡിവിജ്വലിൻ്റെയും പൊട്ടൻഷ്യൽ എന്താണ്, കപ്പാസിറ്റി എന്താണെന്നുള്ളത് ലീഡർ മനസ്സിലാക്കിയിട്ട് അതിനെ റിയാലിറ്റിയിലേക്ക് കൺവേർട്ട് ചെയ്യണം. വർക്കേഴ്സിന് കോൺഫിഡൻസ് കൊടുക്കണം, തൻ്റെ ടീമിലുള്ള പീപ്പിളിനൊക്കെ കോൺഫിഡൻസ് കൊടുക്കണം. ഒരു ടീം സ്പിരിറ്റ് മെയിൻറ്റെയിൻ ചെയ്യാനും അതുപോലെ തന്നെ ആ ടീമിൽ ഡിസിപ്ലിനും റെസ്പോൺസിബിലിറ്റിയും ഒക്കെ ഡെവലപ്പ് ചെയ്യാനും ഒരു ലീഡർക്ക് കഴിയണം. വർക്കേഴ്സിന് മൊറാലിറ്റി ഓർഗനൈസേഷനോട് ഉണ്ടാവാൻ ഒരു ലീഡർക്ക് കഴിയണം. പിന്നെ മോട്ടിവേറ്റ് ചെയ്യണം, വർക്കേഴ്സിനെ മോട്ടിവേറ്റ് ചെയ്യണം ഒരു ലീഡർ ഗോൾസ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഇൻഡിവിജ്വൽസിനിടയിൽ എത്തിക്കൽ സ്റ്റാൻഡേർഡ്സ് മെയിൻറ്റെയിൻ ചെയ്യാൻ ഒരു ലീഡർ ശ്രമിക്കണം. പിന്നെ ഓർഗനൈസേഷൻ്റെ വർക്ക് ഗ്രൂപ്പും ഔട്ട്സൈഡ് ഓർഗനൈസേഷനും തമ്മിലുള്ള ഒരു ലിങ്കായിട്ട് ഒരു ലീഡർ ആക്ട് ചെയ്യുന്നുണ്ട്. ഡിഫറൻസ് ബിറ്റ്വീൻ ലീഡർഷിപ്പ് ആൻഡ് മാനേജ്മെൻറ്റ്. Leading and managing go together, but some differences exist between these two. The following are the differences between leadership and management. Management takes rational and logical decision, while leadership takes decision on expectation of followers. Leadership has an emotional appeal, while management acts on rationally. The management established relationship through a lawful authority, while leader establish relationship through power. Manager have formal authority, but leader have no such authority. All leaders are not managers, and all managers are leaders. Management is a process of planning, organizing, directing and controlling the activities of others to attain organizational objective. Leadership, on the other hand, is a process of influencing the behavior of people to attain their assigned task. A successful manager must possess both managerial and leadership qualities. മാനേജേഴ്സ് റാഷണൽ ഡിസിഷൻസ് ആണ് എടുക്കാറുള്ളത്, അതായത് റാഷണൽ ആൻഡ് ലോജിക്കൽ ഡിസിഷൻസ് ആണ് മാനേജേഴ്സ് എടുക്കുക. പക്ഷേ ലീഡേഴ്സ് ഡിസിഷൻ എടുക്കുന്ന സമയത്ത് ലീഡേഴ്സ് ഫോളോവേഴ്സിൻ്റെ എക്സ്പെക്റ്റേഷൻ കൂടി അത് മനസ്സിലാക്കിയിട്ട് അതിൻ്റെ ബേസിലാണ് ലീഡേഴ്സ് ഡിസിഷൻ എടുക്കുന്നത്. അവിടെ ഒരു ഇമോഷണൽ അപ്പീൽ കൂടി ലീഡർ കൺസിഡർ ചെയ്യുന്നുണ്ട്. ലീഡർഷിപ്പ് മാനേജറിന് ലോഫുൾ അതോറിറ്റിയാണ് ഉള്ളത്, പക്ഷേ ലീഡർക്ക് ആ പവറിലൂടെയാണ് റിലേഷൻഷിപ്പ് ലീഡർ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. മാനേജേഴ്സിന് ഫോർമൽ അതോറിറ്റി ഉണ്ട്, പക്ഷേ ലീഡേഴ്സിന് ഫോർമൽ അതോറിറ്റി ഇല്ല. എല്ലാ ലീഡേഴ്സും മാനേജേഴ്സ് ആയിരിക്കില്ല, പക്ഷേ എല്ലാ മാനേജേഴ്സും ലീഡേഴ്സ് ആയിരിക്കും. മാനേജ്മെൻറ്റിൽ പ്ലാനിങ് ഉണ്ട്, ഓർഗനൈസിങ്, ഇങ്ങനെ ഡയറക്റ്റിംഗ്, കൺട്രോളിങ്, ഈ ആക്ടിവിറ്റീസ് ഒക്കെ വരുന്നുണ്ട്. പക്ഷെ ലീഡർഷിപ്പ് എന്ന് പറയുന്നത് ഇൻഫ്ലുവൻസ് ചെയ്യുക, ആളുകൾ ഈ ഒബ്ജക്റ്റീവ്സ് ഒക്കെ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ബിഹേവിയറിനെ ഇൻഫ്ലുവൻസ് ചെയ്യാണ് ചെയ്യുന്നത്. ഒരു നല്ല മാനേജർക്ക് ലീഡർഷിപ്പ് ക്വാളിറ്റീസ് നിർബന്ധമായിട്ടും ഉണ്ടാവണം. ടൈപ്സ് ഓഫ് ലീഡർഷിപ്പ്. ലീഡർഷിപ്പിൻ്റെ ടൈപ്സ് ഏതൊക്കെയാണെന്നുള്ളത് നോക്കാം. ഓട്ടോക്രാറ്റിക് ഓർ അതോറിറ്റേറിയൻ ലീഡർഷിപ്പ്, ഡെമോക്രാറ്റിക് ഓർ പാർട്ടിസിപ്പേറ്റീവ് ലീഡർഷിപ്പ്, ലേസസ്-ഫെയർ ഓർ ഫ്രീ റെയിൻ ലീഡർഷിപ്പ്, ബ്യൂറോക്രാറ്റിക്, മാനിപ്പുലേറ്റീവ്, പാറ്റേണലിസ്റ്റിക് ലീഡർഷിപ്പ്. ഇത്രയുമാണ് ലീഡർഷിപ്പിൻ്റെ ടൈപ്പായിട്ട് വരുന്നത്.
Autocratic or authoritarian leadership. In this type of leadership, there is complete centralization of authority in the leader. That is, authority is centered in the leader himself. He has all powers to make decisions. He uses coercive measures, and adopts negative methods of motivation. He wants immediate obedience of his orders and instructions. Any negligence on the part of subordinate results in punishment. There is no participation from subordinates in decision making. A leader thinks that he is the only competent person in an organization. ഓട്ടോക്രാറ്റിക് ലീഡർഷിപ്പിൽ അവിടെ അതോറിറ്റി വരുന്നത് സെൻട്രലൈസ്ഡ് അതോറിറ്റിയാണ്. അതായത് കംപ്ലീറ്റ് ഡിസിഷൻ എടുക്കാനുള്ള റൈറ്റും ലീഡേഴ്സിനായിരിക്കും ഉണ്ടാകാം. ഇവിടെ ലീഡർ നെഗറ്റീവ് മെത്തേഡ്സ് ഓഫ് മോട്ടിവേഷനാണ് യൂസ് ചെയ്യുന്നത്. അതായത് പണിഷ്മെൻറ്റ് അല്ലെങ്കിൽ കൊയേഷനൊക്കെയാണ് ലീഡർ യൂസ് ചെയ്യുന്നത് എന്ന് പറയുന്നത്. അയാൾ സബോർഡിനേറ്റ്സിൻ്റെ അടുത്ത് നിന്ന് പെട്ടെന്ന് തന്നെ ഒബീഡിയൻസ് ഒക്കെ എക്സ്പെക്റ്റ് ചെയ്യും. ഈ സബോർഡിനേറ്റ്സിൻ്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും നെഗ്ലിജൻസ് ഒക്കെ ഉണ്ടാവുകയാണെങ്കിൽ ഈ ടൈപ്പ് ലീഡേഴ്സ് പണിഷ്മെൻ്റ് എല്ലാം പ്രൊവൈഡ് ചെയ്യും. അവർ സബോർഡിനേറ്റ്സിനെ ഡിസിഷൻ മേക്കിങ്ങിലൊന്നും പാർട്ടിസിപ്പേറ്റ് ചെയ്യില്ല. അയാളാണ് കോമ്പീറ്റൻറ്റ് പേഴ്സൺ എന്നാണ് ഓട്ടോക്രാറ്റിക് ലീഡർ വിചാരിക്കുക. അതായത് കംപ്ലീറ്റ് അതോറിറ്റി ഓട്ടോക്രാറ്റിക് ലീഡറിനായിരിക്കും ഉണ്ടാകുക. വർക്കേഴ്സിനെ അവിടെ അല്ലെങ്കിൽ ഫോളോവേഴ്സിന് യാതൊരു വിധത്തിലുള്ള ഇമ്പോർട്ടൻസും ഉണ്ടാവില്ല. ഫോളോവേഴ്സിനെ ഇൻഡ്യൂസ് ചെയ്യുന്നതെല്ലാം നെഗറ്റീവ് മെത്തേഡ്സ് യൂസ് ചെയ്തിട്ടായിരിക്കും. അതായത് പണിഷ്മെൻറ്റ് തരും അങ്ങനെയെല്ലാം പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയിട്ടായിരിക്കും സബോർഡിനേറ്റ്സിനെ കൊണ്ട് വർക്ക് ചെയ്യിക്കാം. ഇങ്ങനെയുള്ള ലീഡേഴ്സിനെയാണ് ഓട്ടോക്രാറ്റിക് ഓർ അതോറിറ്റേറിയൻ ടൈപ്പ് ലീഡേഴ്സ് എന്ന് പറയുന്നത്. ദെൻ അക്കോർഡിംഗ് ടു എഡ്വിൻ ബി ഫ്ലിപ്പോ ദർ ആർ ഫോളോയിങ് 3 ടൈപ്സ് ഓഫ് ലീഡേഴ്സ് ഇൻ ഓട്ടോക്രാറ്റിക്. ഇനി ഓട്ടോക്രാറ്റിക് ലീഡേഴ്സിൻ്റെ ക്ലാസിഫിക്കേഷൻസ് ആണ് പറയുന്നത്. ഹാർഡ് ബോയിൽഡ് ഓർ സ്ട്രിക്റ്റ് ഓട്ടോക്രാറ്റ്. ലീഡർ അണ്ടർ സച്ച് ടൈപ്സ് യൂസസ് നെഗറ്റീവ് ഇൻഫ്ലുവൻസസ് ആൻഡ് എക്സ്പെക്ട്സ് ദാറ്റ് ദി എംപ്ലോയി ഷുഡ് ഒബേ ഹിസ് ഓർഡർ ഇമ്മീഡിയറ്റ്ലി. Non-compliance of his orders result in punishment. He makes all decisions and does not disclose anything to anyone. He is quite rigid on performance. ഈ ഹാർഡ് ബോയിൽഡ് ഓർ സ്ട്രിക്റ്റ് ഓട്ടോക്രാറ്റ് എന്ന് പറയുന്ന സമയത്ത് നെഗറ്റീവ്ലി വർക്കേഴ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യാനാണ് നോക്കുക. വർക്കേഴ്സ് ഇമ്മീഡിയറ്റ് ആയി തന്നെ അദ്ദേഹത്തിൻ്റെ ഒപ്പീനിയൻസൊക്കെ ഫോളോ ചെയ്യേണ്ടി വരും. ഇനി അത് അനുസരിച്ചിട്ടില്ലെങ്കിൽ പണിഷ്മെൻ്റൊക്കെ കിട്ടാനും ചാൻസ് ഉണ്ട്. അയാൾ ഒറ്റയ്ക്കാണ് എല്ലാ ഡിസിഷനും എടുക്കുക. ആ ഡിസിഷൻ മേക്കിങ്ങിലൊന്നും തന്നെ ടീം മെമ്പേഴ്സിൻ്റെ കൺസിഡർ ചെയ്യില്ല. ബെനവോളൻ്റ് ഓട്ടോക്രാറ്റിൻ്റെ കേസിൽ ബെനവോളൻ്റ് ഓട്ടോക്രാറ്റ് ലീഡർ യൂസ് പോസിറ്റീവ് ഇൻഫ്ലുവൻസ് ആൻഡ് ഡെവലപ്പിംഗ് ഇഫക്റ്റീവ് ഹ്യൂമൻ റിലേഷൻസ്. ഹീ ഈസ് നോൺ ആസ് പാറ്റേൺലിസ്റ്റ് ലീഡർ. He praises his employees if they follow his orders and invite them to get solution of problems from him. He feels happy in controlling all actions of his subordinates. Benevolent autocrat leader ആവുന്ന സമയത്ത് അവർ പോസിറ്റീവ്ലി ആണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. ഹ്യൂമൻ റിലേഷൻഷിപ്പ്, അതായത് അവർ ടീം മെമ്പേഴ്സൊക്കെ ആയിട്ട് നല്ല റിലേഷൻഷിപ്പൊക്കെ ഉണ്ടാവും. അവരെ പോസിറ്റീവ്ലി ഇൻഫ്ലുവൻസ് ആയിട്ട് ചെയ്യാനാണ് നോക്കുക. നല്ല അദ്ദേഹത്തിൻ്റെ ഓർഡേഴ്സൊക്കെ ഫോളോ ചെയ്യുന്ന എംപ്ലോയീസിനെയൊക്കെ അദ്ദേഹം അപ്രീഷിയേറ്റ് ചെയ്യുന്ന ടൈപ്പ് ലീഡേഴ്സാണ് ഇവർ. അതുപോലെ എന്തെങ്കിലും പ്രോബ്ലത്തിനൊക്കെ ഉണ്ടാവുന്ന സമയത്ത് വർക്കേഴ്സിൻ്റെ അടുത്ത് നിന്നുള്ള സൊല്യൂഷൻസും ഒക്കെ ബെനവലൻ്റ് ടൈപ്പ് ഓഫ് ലീഡേഴ്സ് ഇൻവൈറ്റ് ചെയ്യുന്നുണ്ട്. മാനിപ്പുലേറ്റീവ് ഓട്ടോക്രാറ്റ് ആവുന്ന സമയത്ത് ലീഡർ അണ്ടർ സച്ച് ടൈപ്പ് ഈസ് മാനിപ്പുലേറ്റീവ് ഇൻ നാച്ചർ. ഹി ക്രിയേറ്റ് ഇൻ ദി മൈൻഡ്സ് ഓഫ് ഹിസ് സബോർഡിനേറ്റ്സ് and workers that they are participating in decision making process, but he makes all decision by himself. Non-compliance of his orders also result in punishment. മാനിപ്പുലേറ്റീവ് ഓട്ടോക്രാറ്റ് ആവുന്ന സമയത്ത് സബോർഡിനേറ്റ്സിനെ അദ്ദേഹം ഒപ്പീനിയൻസ്, അതായത് ഡിസിഷൻ മേക്കിംഗ് ചെയ്യുന്ന സമയത്തൊക്കെ കൺസിഡർ ചെയ്യും. പക്ഷേ ഡിസിഷൻ ഈ ടൈപ്പ് ലീഡർ അവർ തന്നെയാണ് എടുക്കുന്നത്. ഇവർ പക്ഷേ സബോർഡിനേറ്റ്സിൻ്റെ മൈൻഡിൽ ഒരു ഫീൽ ഉണ്ടാകും, അവരും കൂടി ഡിസിഷൻ മേക്കിങ്ങിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ള ഒരു ഫീല് ഈ ടൈപ്പ് ഓഫ് ലീഡേഴ്സ് മേക്ക് ചെയ്യും. അങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്യുന്ന ലീഡേഴ്സിനെയാണ് മാനിപ്പുലേറ്റീവ് ഓട്ടോക്രാറ്റ് ലീഡേഴ്സ് എന്ന് പറയുന്നത്. ഇവരുടെ ഒപ്പീനിയൻസും അല്ലെങ്കിൽ ഇവരുടെ ഓർഡേഴ്സും ഇൻസ്ട്രക്ഷൻസും ഒബേ ചെയ്യാത്തവർക്കും ഓൾസോ റിസൾട്ട് ഇൻ പണിഷ്മെൻ്റ് ആണ് പ്രൊവൈഡ് ചെയ്യുക.
Next, second classification ആണ് democratic or participative type of leader. Democratic or participative leadership is also known as group-centered or consultative leadership. In this type of leadership, leaders consult their groups and consider their opinion in decision-making process. Leaders encourage decision among group members on the problem under consideration and arrive at a decision depending on their consent. Participation or involvement of employees in decision-making process is also rewarded. Exchange of ideas among subordinates and with the leaders is given encouragement. Leaders give more freedom to their group members who feel that their opinions are honored and they are given importance. It develops a sense of confidence among subordinates and they derive job satisfaction. It improves quality of decision as it taken after due consideration of valued opinions of talented group members. The demerit of this type of leadership is that take more time to arrive at a decision as a lot of time is wasted while taking the views from employees. It's therefore very time consuming. ഡെമോക്രാറ്റിക് ഓർ പാർട്ടിസിപ്പേറ്റീവ് ടൈപ്പിൽ ലീഡർഷിപ്പിനെ ഗ്രൂപ്പ് സെൻറ്റേർഡ് അല്ലെങ്കിൽ കൺസൾട്ടേറ്റീവ് ടൈപ്പ് ലീഡർഷിപ്പ് എന്ന് കൂടി പറയുന്നുണ്ട്. ഈ ടൈപ്പ് ലീഡർഷിപ്പിൽ ലീഡർ ഡിസിഷൻ എടുക്കുന്ന സമയത്ത് സബോർഡിനേറ്റ്സിൻ്റെ ഒപ്പീനിയൻസ് കൂടി കൺസിഡർ ചെയ്യുന്നുണ്ട്. അവരെ ഈ ഡിസിഷൻ മേക്കിങ്ങിലൊക്കെ എൻകറേജ് ചെയ്യുന്നുണ്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ആ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന എംപ്ലോയീസിന് നല്ല ഡിസിഷൻസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്ന എംപ്ലോയീസിന് റിവാർഡുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഈ അങ്ങനെ ഉള്ളാവുന്ന സമയത്ത് നല്ല ഡിസിഷൻസൊക്കെ അവർക്ക് എടുക്കാനും പറ്റുന്നുണ്ട്. ഈ ലീഡർ വർക്കേഴ്സിന് അല്ലെങ്കിൽ ഗ്രൂപ്പ് മെമ്പേഴ്സിന് കുറച്ചുകൂടി ഫ്രീഡം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അവരുടെ ഒപ്പീനിയൻസൊക്കെ ഹോണർ ചെയ്യുന്നുണ്ട്. ഇതുകൊണ്ട് തന്നെ സബോർഡിനേറ്റ്സിന് ഒരു കോൺഫിഡൻസ് ഉണ്ടാകും. അതുപോലെ തന്നെ അവരുടെ ഒപ്പീനിയൻസൊക്കെ കൺസിഡർ ചെയ്യുന്നതെന്ന് ആലോചിക്കുന്ന സമയത്ത് അവർക്കൊരു ജോബ് സാറ്റിസ്ഫാക്ഷനും എല്ലാം ഡിറൈവ് ചെയ്യും. എല്ലാവരുടെയും ഒപ്പീനിയൻ കൺസിഡർ ചെയ്യുന്നത് കൊണ്ട് തന്നെ എടുക്കുന്ന ഡിസിഷൻ ക്വാളിറ്റി ആയിട്ടുള്ളതായിരിക്കും. അതായത് ക്വാളിറ്റി ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് ഇതവരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ ഒരു ഡ്രോബാക്ക് എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ ഒപ്പീനിയൻസ് ഒക്കെ കൺസിഡർ ചെയ്യുന്ന സമയത്ത് ഇറ്റ് ടേക്ക് ടൈം കൺസ്യൂമിങ്. നെക്സ്റ്റ് വരുന്ന ലീഡറാണ് ലേസിയസ് ഫെയർ ഓർ ഫ്രീ റെയിൻ ലീഡേഴ്സ്. In this type of leadership, there is virtual absence of direct leadership. It is therefore known as no leadership at all. There is complete delegation of authority to subordinates, so they can make decisions by themselves. Absence of leadership may have both positive and negative effects. Free rein leadership may be effective if members of the group are highly committed to their work. The negative aspect shows that the leader is not competent enough to lead his group effectively. Members may feel insecure and develop a frustration for lack of decision-making authority. ഈ ടൈപ്പ് ഓഫ് ലീഡർഷിപ്പിൽ ലീഡേഴ്സ് ഡയറക്റ്റായിട്ട് ഡയറക്ഷൻസ് ഒന്നും കൊടുക്കില്ല. അതായത് ലീഡർ ഓരോ അതോറിറ്റിയും സബോർഡിനേറ്റ്സിന് ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കുക ചെയ്യാം. അതായത് എന്നിട്ട് സബോർഡിനേറ്റ്സിന് ഡിസിഷൻ എടുക്കാനുള്ള പവറും പ്രൊവൈഡ് ചെയ്യും. ഈ ഹൈലി കമ്മിറ്റഡ് ആയിട്ടുള്ള വർക്കേഴ്സ് ഉള്ള ഗ്രൂപ്പിൽ മാത്രമേ ഉള്ളൂ ഫ്രീ റെയിൻ ടൈപ്പ് ഓഫ് ലീഡർഷിപ്പ് പോസിബിൾ ആവുള്ളൂ. അതർവൈസ് കറക്റ്റായിട്ട് ആരും ഡയറക്റ്റ് ചെയ്യാനില്ലാത്ത സമയത്ത് വർക്കേഴ്സ് വർക്കിൽ ഇന്നെഫിഷ്യൻ്റ് ആവാനുള്ളൊരു പ്രോബബിലിറ്റി അവിടെയുണ്ട്. ഈ ടൈപ്പ് ഓഫ് ലീഡർഷിപ്പ് മേ feel insecure and develop a frustration for lack of decision making authority. decision making അതോറിറ്റിൻ്റെ ഒരു ലാക്ക് അവിടെ ഉള്ളതുകൊണ്ട് തന്നെ ചില സമയത്ത് മെമ്പേഴ്സിന് ഫ്രസ്ട്രേഷൻ ഫീൽ ചെയ്യാനോ അല്ലെങ്കിൽ ഇൻസെക്യൂരിറ്റി ഫീൽ ചെയ്യാനൊക്കെയുള്ള ചാൻസ് ഇവിടെ വരുന്നുണ്ട്. കാരണം ലീഡർ അവിടെ ഉണ്ട്, പക്ഷേ ലീഡർ ഒരിക്കലും ഡയറക്റ്റായിട്ട് വർക്കേഴ്സിനെ എപ്പോഴും ഡയറക്റ്റ് ചെയ്യില്ല. അവരുടെ അതോറിറ്റി ഡെലിഗേറ്റ് ചെയ്തിട്ട് സബോർഡിനേറ്റ്സിന് പ്രൊവൈഡ് ചെയ്യുക. അവർക്ക് ഡിസിഷൻ എടുക്കാനുള്ള പവർ ഉണ്ടായിരിക്കും. പക്ഷേ ഇത് പോസിബിൾ ആവുന്നത് ഹൈലി കമ്മിറ്റഡ് ആയിട്ടുള്ള വർക്കേഴ്സ് ഉള്ള ഗ്രൂപ്പിൽ മാത്രമാണ്. നെക്സ്റ്റ് ക്ലാസിഫിക്കേഷനാണ് ബ്യൂറോക്രാറ്റിക് ടൈപ്പ് ഓഫ് ലീഡർഷിപ്പ്. This type of leadership emphasizes the rules and regulations of organization. The behavior of leader is determined by rules, regulation and procedure to be followed under his leadership. The leader and subordinates both follow rules and regulation. Therefore, there is no difference between management and administration in this type of leadership.
The employees themselves cannot do anything in this regard. It is rules that determine their performance. റൂൾസ് ആൻഡ് റെഗുലേഷൻ്റെ ബേസിലാണ് ഒരു ലീഡർ ബിഹേവിയർ, അതായത് ലീഡർഷിപ്പ് ഫോക്കസ് ചെയ്യുന്നത് എങ്കിൽ ആ ടൈപ്പ് ലീഡർഷിപ്പിനെയാണ് ബ്യൂറോക്രാറ്റിക് ലീഡർഷിപ്പ് എന്ന് പറയുന്നത്. ഒരു ലീഡറിൻ്റെ ബിഹേവിയർ ഡിറ്റർമൈൻ ചെയ്യുന്നത് ഓർഗനൈസേഷൻ്റെ റൂൾസ് റെഗുലേഷൻസ് എന്തൊക്കെയാണ് ഒരു ലീഡർ ഫോളോ ചെയ്യേണ്ടതെന്നുള്ളതിന് ബേസിലായിരിക്കും. ലീഡറും സബോർഡിനേറ്റ്സും ആ ഓർഗനൈസേഷൻ്റെ റൂൾസ് ഫോളോ ചെയ്യണം. സോ ഇതിൽ മാനേജ്മെൻറ്റും അഡ്മിനിസ്ട്രേഷനും തമ്മിൽ വലിയ ഡിഫറൻസ് ഒന്നും ഈ മെത്തേഡിൽ വരുന്നില്ല. അതായത് എന്തൊക്കെയാണ് ലീഡർ ചെയ്യേണ്ടത് എന്നുള്ളത്, ലീഡറുടെ ടാസ്ക് എന്നുള്ളത് ഓർഗനൈസേഷൻ്റെ റൂൾസും റെഗുലേഷനും അനുസരിച്ചിട്ട് വരുന്ന ടൈപ്പ് ഓഫ് ലീഡർഷിപ്പിനെയാണ് ബ്യൂറോക്രാറ്റിക് ലീഡർഷിപ്പ് എന്ന് പറയുന്നത്. മാനിപ്പുലേറ്റീവ് ലീഡർഷിപ്പ് ആവുന്ന സമയത്ത് ദിസ് ടൈപ്പ് ഓഫ് ലീഡർഷിപ്പ് മാനിപ്പുലേറ്റ് ദി എംപ്ലോയീസ് ടു അറ്റൈൻ ദെയർ അസൈൻഡ് ടാസ്ക്. A manipulative leader is quite selfish and exploit aspirations of employees for his gains. He knows very well the needs and desire of the employees, but he does very little to fulfill them. Due to such attitude, he has to face hatred of employees at times. അതായത് മാനിപ്പുലേറ്റീവ് ലീഡർഷിപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എംപ്ലോയീസിനെ മാനിപ്പുലേറ്റ് ചെയ്യും. അവരുടെ അസൈൻ ചെയ്ത ടാസ്കിന് വേണ്ടിയിട്ട് എംപ്ലോയീസിനെ മാനിപ്പുലേറ്റ് ചെയ്യുന്ന ലീഡേഴ്സാണ് മാനിപ്പുലേറ്റീവ് ലീഡർ എന്ന് പറയുന്നത്. വർക്കേഴ്സിനെ ആ ലീഡറിൻ്റെ ഗെയിനിന് വേണ്ടിയിട്ട് എക്സ്പ്ലോയിറ്റ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് ലീഡേഴ്സാണ് മാനിപ്പുലേറ്റീവ് ലീഡേഴ്സ്. അദ്ദേഹത്തിന് വർക്കേഴ്സിൻ്റെ നീഡ്സും ഡിസയേഴ്സും ഒക്കെ അറിയാമെങ്കിലും അത് ഫുൾഫിൽ ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ കുറച്ച് മാത്രമേ സപ്പോർട്ട് മാനിപ്പുലേറ്റീവ് ലീഡറിൻ്റെ സൈഡിൽ നിന്ന് ഉണ്ടാവുകയുള്ളൂ. പേഴ്സണൽ ഗെയിനാണ് അവിടെ എയിം ചെയ്യുന്നത്. അതായത് മാനിപ്പുലേറ്റീവ് ലീഡർ അയാളുടെ പേഴ്സണൽ ഗെയിനിന് വേണ്ടിയിട്ട് വർക്കേഴ്സിനെ മാനിപ്പുലേറ്റ് ചെയ്യുകയാണ് ചെയ്യുക. നെക്സ്റ്റ്, പാറ്റേണലിസ്റ്റിക് ലീഡേഴ്സ്. ദി പാറ്റേണലിസ്റ്റിക് ലീഡർഷിപ്പ് ബിലീവ്സ് ഇൻ ദി കോൺസെപ്റ്റ് ദാറ്റ് ദി ഹാപ്പി എംപ്ലോയീസ് വർക്ക് ബെറ്റർ ആൻഡ് ഹാർഡർ. It maintains the father attitude is the right one for better relationship between manager and employees. Everyone within the organization should work together like a family. ഇവിടെ പാറ്റേണലിസ്റ്റിക് ലീഡർഷിപ്പിലെ ലീഡർ ഒരു ഫാദറിനെ പോലെയാണ് ഉള്ള റിലേഷൻഷിപ്പാണ് എംപ്ലോയീസോ അല്ലെങ്കിൽ സബോർഡിനേറ്റോ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഓർഗനൈസേഷനിലെ എല്ലാവരെയും ഒരു ഫാമിലി ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. പാറ്റേണലിസ്റ്റ് ലീഡർഷിപ്പിൻ്റെ കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ഹാപ്പി എംപ്ലോയീസ് ആയിരിക്കും, ഹാർഡായിട്ട് ബെറ്ററായിട്ട് വർക്ക് ചെയ്യുക എന്നുള്ള കോൺസെപ്റ്റാണ്. നെക്സ്റ്റ് വരുന്നത് എക്സ്പേർട്ട് ലീഡർഷിപ്പ്. എക്സ്പേർട്ട് ലീഡർഷിപ്പ് എമേർജ്ഡ് ആസ് എ റിസൾട്ട് ഓഫ് കോംപ്ലക്സ് സ്ട്രക്ചർ ഓഫ് മോഡേൺ ഓർഗനൈസേഷൻ. ദിസ് ടൈപ്പ് ഓഫ് ലീഡർഷിപ്പ് ഈസ് ബേസ്ഡ് ഓൺ എബിലിറ്റി, നോളജ് ആൻഡ് കോമ്പിറ്റൻസ് ഓഫ് ലീഡർ. ഹി ഹാൻഡിൽ ദിസ് സിറ്റുവേഷൻ സ്കിൽഫുള്ളി വിത്ത് ഹിസ് ടാലൻറ്റ്. The employees feel relieved as they are working under a person who is expert and can handle the situation without any problem. എക്സ്പേർട്ട് ലീഡേഴ്സ് എന്ന് പറയുന്നത് സ്പെഷ്യൽ സ്കിൽസും നോളജും കോമ്പിറ്റൻസിയും ഒക്കെയുള്ള ലീഡേഴ്സാണ്. അയാൾക്ക് അയാളുടെ സ്കില്ലും ടാലൻറ്റും യൂസ് ചെയ്തിട്ട് പെർട്ടിക്കുലർ സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ആ സിറ്റുവേഷൻസൊക്കെ ഫേസ് ചെയ്യാനും അതിനനുസരിച്ചുള്ള ഡിസിഷൻ എടുക്കാനും ഒക്കെ കപ്പാസിറ്റി ഉള്ള ലീഡേഴ്സിനെയാണ് നമ്മൾ എക്സ്പേർട്ട് ടൈപ്പ് ലീഡേഴ്സ് എന്ന് പറയുന്നത്. ഇവരുടെ അണ്ടറിലാണ് വർക്കേഴ്സ് വർക്ക് ചെയ്യുന്നത് എങ്കിൽ അവർക്ക് എപ്പോഴും ഒരു കോൺഫിഡൻസ് ഉണ്ടാവും. അവരൊരു നല്ല എക്സ്പേർട്ടിൻ്റെ കീഴിലാണ് വർക്ക് ചെയ്യുന്നത്. എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുന്ന സമയത്ത് അദ്ദേഹത്തിന് ആ പ്രോബ്ലം എഫിഷ്യൻ്റായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ടാവും. ഇങ്ങനെയുള്ള ലീഡർഷിപ്പിനെയാണ് എക്സ്പേർട്ട് ലീഡർഷിപ്പ് എന്ന് പറയുന്നത്. ഇത്രയുമാണ് ലീഡർഷിപ്പിൻ്റെ ക്ലാസിഫിക്കേഷനിൽ വരുന്നത്. Leadership skills. There is now recognition in both leadership theory and practice of importance of skills, how leaders should behave and perform effectively. Although there are many skills, such as cultural flexibility, communication, human resource development skill, creativity, self-management of learning, research-based skills identified by Welton and Cameron. ഇത്രയൊക്കെ ഉണ്ട്. ലീഡർഷിപ്പ് സ്കിൽസ് വരുന്നുണ്ട്. പേഴ്സണൽ സ്കിൽ മോഡൽ ഇൻവോൾവിങ് ഡെവലപ്പിംഗ് സെൽഫ് അവെയർനെസ്, മാനേജിങ് സ്ട്രെസ് ആൻഡ് സോൾവിങ് പ്രോബ്ലം ക്രിയേറ്റീവ്ലി,
interpersonal skill model involving communication, gaining power and influence, motivating others, and managing conflict are especially comprehensive and useful. Finally, widely recognized organizational behavioral techniques such as training, job design, and leaders can also effectively use behavioral management. ലീഡർഷിപ്പിൻ്റെ സ്കില്ല് വരുന്ന സമയത്ത് ലീഡേഴ്സിന് കൾച്ചറൽ ഫ്ലെക്സിബിലിറ്റി ഉണ്ടാവണം, കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉണ്ടാവണം, ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻറ്റ്, ക്രിയേറ്റിവിറ്റി ഉണ്ടാവണം, സെൽഫ് മാനേജ്മെൻറ്റ്, ലേണിംഗ് ഉണ്ടാവണം, റിസർച്ച് സ്കില്ലൊക്കെ ഉണ്ടാവണം. അതുപോലെ തന്നെ സെൽഫ് അവയർനെസ് ഉണ്ടാകണം, സ്ട്രെസ്സ് മാനേജ് ചെയ്യാൻ പറ്റണം, ക്രിയേറ്റീവ്ലി പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റണം, പിന്നെ സപ്പോർട്ടീവ്ലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റണം. അതുപോലെ തന്നെ മറ്റുള്ളവരുടെ അടുത്ത് നിന്ന് ഗെയിനിങ് പവർ, അതുപോലെ ആളുകളെ ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള പവർ ഉണ്ടായിരിക്കണം, മോട്ടിവേറ്റ് ചെയ്യാൻ കഴിയണം, കോൺഫ്ലിക്ട്സ് മാനേജ് ചെയ്യാൻ പറ്റണം. ഇത്രയും സ്കില്ലുകളൊക്കെ ഒരു ലീഡേഴ്സിന് എസെൻഷ്യലായിട്ട് ഉണ്ടായിരിക്കണം. ക്വാളിറ്റീസ് ഓഫ് സക്സസ്ഫുൾ ലീഡർ. സക്സസ്ഫുൾ ലീഡറിൻ്റെ ക്വാളിറ്റീസ് എന്തൊക്കെയാണ്? ഇൻ്റലിജൻസ്, മെച്യൂരിറ്റി, സൗണ്ട് ഫിസിക്, സെൽഫ് കോൺഫിഡൻസ്, ഒബ്ജക്റ്റിവിറ്റി, എമ്പതി, foresighted and vision, decisiveness, human relation approach, responsibility. ഇത്രയും ക്വാളിറ്റീസ് എല്ലാം ഒരു നല്ല ലീഡർ ഉണ്ടാവണം. ഇൻ്റലിജൻ്റ് ആവണം, മെച്യൂർഡ് ആവണം, സൗണ്ട് ഫിസിക് ആവണം, സെൽഫ് കോൺഫിഡൻസ് ഉണ്ടാവണം, ഒബ്ജക്റ്റിവിറ്റി ഉണ്ടാവണം, മറ്റുള്ളവരോട് എമ്പതി കാണിക്കണം, ഫോർസൈറ്റ്നെസ്സും വിഷനും ഉണ്ടാവണം, ഡിസീവ്നെസ് ഉണ്ടാവണം, ഹ്യൂമൻ റിലേഷൻ അപ്രോച്ച് ഉണ്ടാവണം. അതുപോലെ തന്നെ ഒരു ലീഡറിന് വർക്ക് ചെയ്യുന്ന റെസ്പോൺസിബിലിറ്റിയും ഉണ്ടാവണം.